ഈ ആദിൽ പാലോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒന്ന്, ശാന്തിക്കാരായി അബ്രാഹ്മണരെ കൂടി നിയമിക്കുന്നു എന്നുള്ളതിന് മുഖ്യമന്ത്രിക്ക് അഭിനന്ദനം. അതേസമയം ഗുരുവായൂർ, ശബരിമല അടക്കമുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണരായിരിക്കണം എന്നുള്ള ചട്ടമുണ്ട് എന്നുള്ളതും അത് നീക്കം ചെയ്യണമെന്നുള്ള പുതിയ ആവശ്യവും. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക വിവിധ തലങ്ങളിലാണ്, സംസ്ഥാന സർക്കാർ മാത്രമായിരിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അത് ഉയർത്തിയിരിക്കുന്നു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നീക്കമായി കാണാം. ഉറപ്പായും അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം ചിലയിടങ്ങളിലൊക്കെ ഇതിന്റെ പ്രാഥമിക നടപടികൾ തുടങ്ങാൻ സർക്കാർ ആലോചിക്കുമ്പോൾ തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഈ നീക്കത്തിനെതിരെ ഉണ്ടായി എന്നുള്ളതാണ് ചരിത്ര വസ്തുത. ആ സാഹചര്യത്തിലാണ് ഈ വരേണ്യ സവർണ കുത്തക സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്, അത് തകർത്തെറിയണമെന്ന് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ശിവഗിരി മഠാധിപതി തന്നെ പറയുന്ന ഒരു സാഹചര്യം വളരെ പ്രധാനത്തോടെ തന്നെ കാണേണ്ടി വരുന്നത്. ആവശ്യം ഇതാണ്. പല ക്ഷേത്രങ്ങളിലും നിലവിൽ ദളിതുകൾ പൂജാരിമാരായിട്ടുണ്ട്. അത് സ്വാഗതം ചെയ്യുകയും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ശബരിമല അടക്കമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ശാന്തിമാരെ നിയമിക്കുമ്പോൾ മാനദണ്ഡമായി ഇവർക്കുള്ള യോഗ്യതയായി നിശ്ചയിച്ചിരിക്കുന്നത് ബ്രാഹ്മണനാവണം എന്ന നിർദ്ദേശമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ശിവഗിരി മഠാധിപതി മുഖ്യമന്ത്രിയെ തന്നെ വേദിയിലിരുത്തി പറയുന്നത്. ആ വരേണ്യ ആധിപത്യം തകർത്തെറിയണം എന്ന് മുഖ്യമന്ത്രിയോട് പറയുന്നൊരു സാഹചര്യം വളരെ പ്രധാനമായി തന്നെ നികേഷ് പറഞ്ഞതുപോലെ കാണേണ്ടതുണ്ട്. ഇതിനൊപ്പമാണ് മറ്റൊരാവശ്യം കൂടി ശിവഗിരി മഠാധിപതി മുഖ്യമന്ത്രിയോട്, സർക്കാരിനോട് ഈ ഉദ്ഘാടന വേദിയിൽ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഔദ്യോഗിക ഗാനമായി ഗുരുവിന്റെ ദൈവദശകത്തിലെ 3 ശ്ലോകമെങ്കിലും ഉൾപ്പെടുത്തിയത് അംഗീകരിക്കണം എന്ന ആവശ്യം കൂടി മുന്നിൽ വെച്ചിരിക്കുന്നു. കേരളത്തിന്റെ ഗാനം, ഔദ്യോഗിക ഗാനം തേടി പലരെയും സമീപിക്കുകയും അത് എഴുതാനൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. അതിന്റെ കൂടി വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഗുരുവിന്റെ ദൈവദശകത്തിലെ ശ്ലോകങ്ങളാണ് കേരളത്തിലെ ഔദ്യോഗിക ഗാനമായി അംഗീകരിക്കേണ്ടതെന്ന് ആവശ്യം വെക്കുന്നത്. മറ്റൊരു ഭാഗം മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ്. മുഖ്യമന്ത്രി പലസ്തീൻ വിഷയം ശിവഗിരി മഠത്തിൽ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശിവഗിരി മഠത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പലസ്തീന്റെ വിഷയം ഉന്നയിച്ചിരിക്കുന്നു. പറഞ്ഞ പ്രധാനപ്പെട്ട, മുഖ്യമന്ത്രി ഇതുവരെ പറയാത്ത പ്രധാനപ്പെട്ട 2-3 പരാമർശങ്ങളുണ്ട്. അതിലൊന്ന്, മുസ്ലിംകളുടെ മുഖമാണ് പലസ്തീൻ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരിക. പക്ഷേ മുസ്ലിംകൾ മാത്രമല്ല അവിടെ അതിക്രമത്തിനിരയാകുന്നത്. ക്രൈസ്തവർ പലസ്തീനിലുണ്ട്, അവർ അതിക്രമത്തിനിരയാകുന്നുണ്ട്. മാർപ്പാപ്പ ഈ അതിക്രമത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ജന്മദിനമായ ക്രിസ്മസിൽ അവിടെ ക്രിസ്തു ജനിച്ച ബത്ലഹേമിൽ ക്രിസ്മസ് ഉണ്ടായിരുന്നില്ല. ക്രിസ്തു ജനിച്ച ഇടത്ത് കിടന്നിരുന്നത് ചെറിയ കുഞ്ഞുങ്ങളാണ്, അവരുടെ മൃതദേഹങ്ങളാണ് എന്നതടക്കമുള്ള വൈകാരികമായ പരാമർശങ്ങൾ മുഖ്യമന്ത്രി നടത്തുന്നു. ഒപ്പം തന്നെ ഈ ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരാമർശത്തിലേക്ക് മുഖ്യമന്ത്രി ഇവിടെ തന്നെ കടന്നിരിക്കുന്നു. ഇത് പറയാനുള്ള കാരണം, ഗുരുവിൻ്റെ ദർശനങ്ങൾ ആ ഭൂമിയിലെത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ, കൊലപാതകങ്ങൾ, അതിക്രമങ്ങൾ, പുഴയൊന്നും ഒഴുകുമായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന സമ്മേളനം, ഇപ്പോൾ 91ാമത് തീർത്ഥാടന മഹാമഹമാണ് ശിവഗിരിയിൽ നടക്കുന്നത്. ജനുവരി 5 വരെ ഈ തീർത്ഥാടന മഹാമഹം തുടരും. അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഗാസയെ പിന്തുണച്ചുള്ള പ്രഖ്യാപനങ്ങളും പരാമർശങ്ങളും. അതിന് പിന്നാലെയാണ് അധ്യക്ഷ പ്രസംഗത്തിനിടെ ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി പലതരം ആവശ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചത്. മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തിയ ശേഷമായിരുന്നു, സർക്കാരിൻ്റെ നടപടിയെയും വളരെയധികം പുകഴ്ത്തിയ ശേഷമായിരുന്നു ചില ആവശ്യങ്ങൾ. പ്രധാനമായും സംസ്ഥാനത്ത് വരേണ്യ സവർണാധിപത്യം നിലനിൽക്കുന്നുണ്ട്, അത് തകർത്തെറിയണമെന്ന ആവശ്യം അപേക്ഷയായി മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെക്കുന്നുവെന്ന് പരാമർശിച്ചത് നികേഷ്.